in Rajya Sabha, and I know him from earlier days also, from Pramod Mahajan's day. We used to meet, and therefore he will lead from the front, and he will consult everybody, and I think now the new program will come where he will be visiting all the districts in the first round, and so that is what he will do and start working. Surendran has done tremendous work for last 5 years. He ensured this beautiful election. And I can tell you that Surendran-like person will get some other role definitely in the party. This is our party's specialization. Once driven out, no, it is not driven out. It is responsibility changed. So here also those who are sitting, who were office bearers in district or state or somebody, there will be some changes. But they should not get upset because everybody will get definite opportunity to work and definite responsibility. And after 2 months, if anybody of you don't get any responsibility, please come to me. There will be always opportunity, and Raju will plan better, and everybody will get opportunity. That is the beauty of BJP. And therefore, I wish Surendran best. I wish Raju Chandrasekhar the best, and all of Karyakartas. We are proud members of the world's largest party led by Prime Minister Narendra Modi, and we will do miracle in Kerala in near future. That is my word. Thank you and all the best. ഇന്ന് നമ്മൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ നമ്മുടെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ BJPയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ പറ്റി ഇവിടെ പറഞ്ഞത് അദ്ദേഹം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ മേഖലയിൽ മുന്നോട്ട് പോയ വ്യക്തിയെന്നാണ്. അദ്ദേഹം IT മന്ത്രിയായിരുന്നു. അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ മുന്നോട്ട് പോയ, എന്നാൽ യഥാർത്ഥ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിയാണ്. യഥാർത്ഥ ഇൻ്റലിജൻസ് ഉള്ള അതേ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ മുന്നോട്ട് പോയ വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ 1952 ശേഷം കഴിഞ്ഞ 73 വർഷം കേരളം LDFും UDFും മാറി മാറി ഭരിച്ച് കേരളത്തെ വികസന മേഖലയിൽ നിന്നും അകറ്റി എന്നുള്ളതാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർ തൊഴിൽ തേടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകുന്ന വലിയ ഒരു വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വെല്ലുവിളി, കേരളത്തിലെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ MPമാരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അവർ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നില്ല. അവർ BJPക്ക് വോട്ട് ചെയ്താൽ അവർക്ക് മന്ത്രിമാരെ ലഭിക്കും. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ MPമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. അത് മാറ്റിയെടുക്കുക എന്നുള്ളൊരു വെല്ലുവിളിയാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, കഴിഞ്ഞ 15 വർഷമായി എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം രാജ്യസഭയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിന് വലിയ കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ്. ഇവിടെ നമുക്കറിയാം, സുരേന്ദ്രജി ഒരു നല്ല രീതിയിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ഇവിടെ ഈ പാർട്ടിയിൽ സുഗമമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനും കേരളത്തിലെ BJPയിൽ വലിയ ചുമതല ലഭിക്കും. BJPയിൽ ആരെയും ഒഴിവാക്കില്ല, ആരെയും പറഞ്ഞയക്കില്ല. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ കിട്ടും. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ മാറും. അങ്ങനെ മാറ്റുന്ന സമയത്ത് ആരും ബേജാറാവരുത്, അല്ലെങ്കിൽ വിഷമമുണ്ടാവരുത്. നമ്മുടെ പാർട്ടിയിൽ നടക്കുന്നത് ഉത്തരവാദിത്തങ്ങളുടെ മാറ്റം മാത്രമാണ്. എല്ലാവർക്കും ഉത്തരവാദിത്തം ലഭിക്കും. ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ നേതൃത്വവുമായി ബന്ധപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളുടെ മാറ്റം മാത്രമാണ് നമ്മളിവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കണം. കാരണം ഈ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ആ പാർട്ടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി നമുക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കും.